അവർ പറഞ്ഞ അവിടെ കൂടും പട്ടിണിയാണ്. ആൾക്കാരുടെ 5 പൈസയില്ല, സാധനം മേടിക്കാൻ പണമില്ല. പിന്നെ അവരെങ്ങനെ ജീവിക്കും? ഈ സാധാരണക്കാരൻ്റെ ഇഷ്യൂ ആയത് GST കുറച്ചെന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ വില കുറയുന്നത്. കാരണം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു, 50 രൂപ സവാള അല്ലെങ്കിൽ അരി മറ്റുള്ള സാധനത്തിൽ ചണ്ടികടി കിട്ടുന്നതിന് അവിടെ 150 രൂപയാണ്. ഇപ്പം നേരത്തെയൊക്കെ ഗവൺമെൻറ് ചെയ്തിരുന്ന സംഭവം ഈ ജമ്മു ഗവൺമെൻറ്, അതായത് കാശ്മീർ ഭരിച്ച ഗവൺമെൻറ് ഈ അവിടെ കൊണ്ടുപോകുന്ന വണ്ടികൾക്കും ട്രക്കുകൾക്കും, കാരണം അവർക്ക് സബ്സിഡി കൊടുക്കും, അപ്പോഴിതിൻ്റെ വില കുറയും. ആ മെക്കാനിസം ഈ യൂണിയൻ ടെറിട്ടറി ആയ ശേഷം എടുത്ത് മാറ്റി ഭയങ്കര വില അങ്ങ് കയറി, ടൂറിസം ഇല്ലാതായി. അതായത് മനസ്സിലാകും, നമ്മളൊരു സിസ്റ്റം പോകുമ്പോൾ ആ സിസ്റ്റം ബാലൻസ് ചെയ്താണ് പോകുന്നത്. പെട്ടെന്ന് ഞാനാണ് കുന്തം, ഞാനാണ് സംഭവം, അതിൽ കൂടാണ് എല്ലാം പോകുന്നത്. ആർക്ക് വേണം ഈ പറയുന്ന പാട്രിയോട്ടിസം പുഴുങ്ങി തിന്നാൻ പറ്റൂ? ഒരു മനുഷ്യന് ജീവിതം ഉണ്ടെങ്കിലല്ലേ, അവന് ലൈഫും പ്രതീക്ഷയും ഉണ്ടെങ്കിലല്ലേ പാട്രിയോട്ടിസം കയറി വരുന്നേ. അവനെങ്ങനെ രാജ്യദ്രോഹിയാവുന്നേ? ഇതേപോലെ പല സ്റ്റേറ്റുകളിൽ വിഷയമുണ്ട്. UP-യിലില്ലേ, ഈ പറയുന്ന ബീഹാറിൽ എത്രയോ പ്രാവശ്യമാണ് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക്. ഇതിനകത്തല്ലേ ഈ ഭരണകക്ഷിയുടെ ആൾക്കാരാണ് ചെയ്യുന്നത് ഇതുമായിട്ട്. കാരണം ആൾക്കാർക്ക് ജോലിയില്ല. അപ്പോൾ അവർ ഈ ക്വസ്റ്റ്യൻ പേപ്പറുമായി ബന്ധപ്പെട്ട് ആദ്യം ലീക്ക് ചെയ്യുന്നതിന് 10 ലക്ഷം കൊടുക്കും, അല്ലെങ്കിൽ 5 ലക്ഷം കൊടുക്കും. അവനിത് 100 പേർക്ക് കൊടുക്കും, അവന്മാരത് ലീക്ക് ചെയ്ത് കൊടുക്കും. ഇതൊരു കച്ചവടമായത് ബേസിക്കലി. ഒന്നാമത് ജോലിയില്ല. അപ്പം എന്തെങ്കിലും ജോലി വരുമ്പോൾ ഇതേപോലെയുള്ള സംഭവങ്ങളുണ്ട്. അതായത് മനസ്സിലാക്കുക, ഞാൻ നേരത്തെ വീഡിയോയിൽ പറയുന്ന സംഭവം ഇന്ത്യയിലെ ഒരു ടിക്കർ ബോംബാണ് പുതിയ ജനറേഷന് ജോലിയില്ല എന്ന് പറയുന്നത്.